ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെടുത്ത കുറേ ആളുകൾ കുറേ പ്രപ്പോസൽസ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമുക്കറിയാണ്ട് നമ്മളെ പ്രപ്പോസ് ചെയ്യാണ്ട് ആരെങ്കിലും ഒരാൾ നമ്മൾ പ്രണയിക്കുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ചില ആളുകൾക്ക് എന്നാൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് പറയാതെ പ്രണയിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ അല്ല. എന്നാൽ ചെറിയ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പം നമ്മളോട് പറയാതെ ഒരാൾ നമ്മളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കുറച്ച് വഴികൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഒരാളെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കോഫി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടാവും, നീ കോഫി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓക്കെ, അപ്പോൾ നിനക്ക് ടീ ആണോ കുറച്ചുകൂടി കംഫർട്ടബിൾ, ഇഷ്ടമുള്ളത് അതാണെന്ന് നമുക്ക് പോയി ടീ കുടിക്കാം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഓർമ്മ പോലും ഉണ്ടാവില്ലേ, പക്ഷെ അവരത് ഓർത്ത് വെക്കും. അത് നമ്മളെ അത്ര ഇഷ്ടമുള്ള ഒരാളാകുമ്പോഴാണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കും ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഓർത്ത് വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അവർക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടും കെയർ ഉള്ളതുകൊണ്ടുമാണ്. സോ ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്, നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തിരിക്കും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, നീ എത്തിയോ, കഴിച്ചോ, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കും. പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല, നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, ഇതിപ്പോൾ എന്തിനാ ചോദിക്കണേ എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു കാരണവും ഇല്ലാണ്ടേ തന്നെ അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അതായത് ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ നോർമലായിട്ടാവും സംസാരിക്കുന്നുണ്ടാവുക, പ്രത്യേകിച്ച് ടെൻഷനില്ല, ദേഷ്യമില്ല, നോർമലായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആൾ കുറച്ച് നെർവസ് ആയി, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാവും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. അതായത് നിങ്ങളെ അത്രയും അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും അവരുടേതായ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടൊക്കെ ഉള്ളൊരു ടെൻഷനും, അവരെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ കുറച്ച് നെർവസ് ആയിട്ട് മാറുന്നത്. സോ അങ്ങനെ കുറച്ചൊക്കെ ഒരു ടെൻഷനൊക്കെ അവരിൽ കാണുന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ നെർവസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന മൂഡ് ചേഞ്ചസ് പെട്ടെന്ന് ആൾ നോട്ടീസ് ചെയ്യും. അതായത് നിങ്ങൾ പെട്ടെന്ന് മിണ്ടാണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റി, നീ പെട്ടെന്ന് സൈലന്റ് ആയല്ലോ, ഇങ്ങനെ അവർ നിങ്ങളോട് ചോദിക്കും. പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിഷമം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അത് അറിയാൻ പറ്റും, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ ഉള്ളിൽ, എന്താ കാര്യം എന്ന് പറ എന്നുള്ളതൊക്കെ അവർ ചോദിക്കുന്നുള്ളതാണ്. അത് നമ്മളെ അത്രയും അധികം മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചോദിക്കാനും അല്ലെങ്കിൽ അങ്ങനെ പറയാനൊക്കെ കഴിയുണ്ടാവുള്ളൂ, നമ്മളെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അവർ അത്രയും അടുത്തറിയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്രയും അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രീതിയിലുള്ള ജലസിയൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അതായത് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല, നിങ്ങളുടെ അറിവിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നും അല്ല, ആ ഒരാൾക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടെന്നുള്ളത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഫ്രണ്ട്സ് ആണോ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് അല്ല, അങ്ങനെയല്ല എന്നുള്ളത് തോന്നും. പക്ഷെ അവർക്ക് ഭയങ്കര അസൂയായിരിക്കും നിങ്ങളോട് മറ്റാരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, അതേപോലെ നിങ്ങൾ മറ്റാരുടെയെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലസി നല്ല രീതിയിൽ അവർക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ ജലസിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, അവർക്ക് നിങ്ങളോട് പറയാത്ത ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. വേറെയും സൈനുകളുണ്ട്, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അവർ ഫോളോ ആക്കുന്നതും അതിനുള്ള കമൻസും കാര്യങ്ങളും ഇടുന്നതും മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നിങ്ങളോട് പറയാതെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആരെങ്കിലും ഒരാളുടെ മുഖം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മിന്നി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവർക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്കും അവരെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നുകൂടി വെയിറ്റ് ചെയ്താൽ അവർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വന്ന് പ്രപ്പോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ടുപേരും നല്ല രീതിയിൽ പ്രണയിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും അത് മനസ്സിലാക്കാനായിട്ട്, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ, നിങ്ങളോട് പറയാതെ നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്